നമസ്കാരം. മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. യയാതി എന്ന രാജാവിന് എപ്രകാരമാണ് അകാലത്തിൽ വാർദ്ധക്യമുണ്ടായത്? അദ്ദേഹം രണ്ടുപേരെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? പിന്നീട് യയാതിക്ക് എങ്ങനെ യൗവനം തിരിച്ചു കിട്ടി? ഇതൊക്കെയാണ് യയാതിയുടെ കഥയിൽ മഹാഭാരതത്തിൽ പറയുന്നത്. കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞു നിർത്തിയത് ഭരതന്റെ ജനനമാണ്. ഭരതൻ, സർവദമനൻ എന്ന പേരിൽ ജനിച്ച ഭരതൻ പിന്നീട് ഭരത രാജാവ് എന്ന പേരിലാണ് പ്രസിദ്ധനായത്. അദ്ദേഹം ഭരിച്ചതുകൊണ്ട് ഭാരതവർഷം എന്ന പേര് ലഭിച്ചു. ഭാരതന്മാർ എന്ന് ആ രാജാക്കന്മാർ അറിയപ്പെട്ടു. അപ്രകാരം ദുഷ്യന്തന്റെ കുടുംബത്തിന്റെ ചരിത്രം, അതായത് തൻ്റെ പൂർവികരുടെ ചരിത്രം വിശദമായി തന്നെ പറയാൻ ജനമേജയ രാജാവ് അഭ്യർത്ഥിക്കുന്നു. അപ്രകാരം വൈശമ്പായനൻ ജനമേജയ രാജാവിൻ്റെ പൂർവികരുടെ ചരിത്രം പറയുന്നു. ആ പൂർവികരുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് യയാതി. യയാതിയുടെ ചരിത്രം പറയുന്നതിന് മുൻപ് കചന്റെയും ദേവയാനിയുടെയും ചരിത്രം പറയേണ്ടതുണ്ട്. ദേവന്മാരും അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ അസുരന്മാരും ദേവന്മാരുമൊക്കെ കൊല്ലപ്പെട്ടു. പക്ഷേ കൊല്ലപ്പെട്ട അസുരന്മാർ അതേ വേഗത്തിൽ തിരിച്ചു വന്നു. ദേവന്മാർ കൊല്ലുക, അസുരന്മാർ ജീവിച്ച് തിരിച്ചു വരിക. ദേവന്മാർ അത്ഭുതപ്പെട്ടു. എന്താണ് ഇതിൻ്റെ കാരണം? അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, അസുരന്മാർക്ക് ഒരു ഗുരുവുണ്ട്, ശുക്രാചാര്യൻ. അദ്ദേഹത്തിന് സഞ്ജീവന മന്ത്രം എന്ന ഒരു മന്ത്രം അറിയാം. ആ മന്ത്രത്തിൻ്റെ ശക്തിയിലാണ് മരിച്ച അസുരന്മാരെ അദ്ദേഹം വീണ്ടും ജീവിപ്പിക്കുന്നത്. വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ നല്ല ഒരു മന്ത്രം അല്ലേ? ആ മന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും മരിച്ചവരെ ജീവിപ്പിക്കാമായിരുന്നു. ഏതായാലും ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിക്ക് ആ മന്ത്രം വശമില്ല. അപ്പോൾ ദേവന്മാർ എല്ലാവരും കൂടി ആലോചിച്ചു. ബൃഹസ്പതിക്ക് ഒരു മകനുണ്ട്, യൗവനയുക്തനായ കചൻ. കാണാനും വളരെ സുന്ദരനാണ്. ദേവന്മാർ എല്ലാവരും കൂടി കചന്റെ സമീപത്തെത്തി അദ്ദേഹത്തെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. കച, നീ യൗവനയുക്തനായ ഒരു വ്യക്തിയാണ്, സുന്ദരനാണ്. നീ വിചാരിച്ചാൽ ശുക്രാചാര്യന്റെ കയ്യിലുള്ള ആ മന്ത്രം നേടാൻ കഴിയും. അതിലൂടെ ദേവന്മാർക്കും മരണമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നീ ശ്രമിക്കണം. ശുക്രാചാര്യന്റെ ഏറ്റവും വലിയ ബലഹീനത അദ്ദേഹത്തിന്റെ മകളാണ്, സുന്ദരിയായ ദേവയാനി. ആ ദേവയാനിയെ പ്രീതിപ്പെടുത്തിയാൽ നിനക്ക് ആ മന്ത്രം ലഭിക്കും. തീർച്ചയായും നീ അതിനുള്ള വഴി നോക്കണം. ഞങ്ങളുടെ യജ്ഞത്തിന്റെ ഒരു ഭാഗം നിനക്കും നൽകാം. അപ്രകാരം വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയപ്പോൾ കചൻ സമ്മതിച്ചു. ദേവന്മാർക്കു വേണ്ടി സഞ്ജീവന മന്ത്രം പഠിക്കുക എന്ന ദൗത്യം ഞാൻ ഏറ്റെടുക്കാം എന്ന് അദ്ദേഹം സമ്മതിച്ചു. അപ്രകാരം കചൻ ശുക്രാചാര്യരുടെ സമീപത്തെത്തി. വൃഷപർവാവ് എന്ന അസുര രാജാവിൻ്റെ രാജധാനിയിലാണ് ശുക്രാചാര്യർ ഉള്ളത്. അദ്ദേഹവും ദേവയാനിയും അവിടെയാണ് കഴിയുന്നത്. ശുക്രാചാര്യരെ സമീപിച്ച് കചൻ പറഞ്ഞു, അങ്കിരസിന്റെ പൗത്രനായ കചനാണ് ഞാൻ. എൻ്റെ അച്ഛൻ ദേവഗുരുവായ ബൃഹസ്പതിയാണ്. അങ്ങയിൽ നിന്ന് വിദ്യ പഠിക്കാനായി ഞാൻ വന്നിരിക്കുകയാണ്. ശുക്രാചാര്യർ വളരെ ബഹുമാനത്തോടുകൂടി കചനെ സ്വീകരിച്ചു. ഒരുപക്ഷെ പരിശോധിച്ചാൽ അസുരന്മാരുടെ ശത്രുവാണ് ദേവന്മാർ. ആ ഗുരുവിൻ്റെ മകനാണ് ഇവിടെ വിദ്യ പഠിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷേ വിദ്യ ആര് പഠിക്കാൻ വന്നാലും അവർക്ക് ദാനം ചെയ്യണമെന്നാണല്ലോ. അങ്ങനെ ശുക്രാചാര്യർ കചനെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു. കചനെ ബഹുമാനിക്കുന്നത് ബൃഹസ്പതിക്കുള്ള ആദരവ് കൂടിയാണ് എന്നാണ് ശുക്രാചാര്യർ പറയുന്നത്. അപ്രകാരം കചൻ വളരെ നാൾ ശുക്രാചാര്യർക്കും ദേവയാനിക്കും ഹിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ആവശ്യമായ ഗുരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു വന്നു. അങ്ങനെ ഏതാണ്ട് 500 സംവത്സരം പിന്നിട്ടു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ദേവയാനിയും കചനും തമ്മിൽ വളരെ ഹൃദ്യമായ ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അസുരന്മാർക്ക് ഇതത്ര പന്തിയായി തോന്നിയില്ല. തങ്ങളുടെ ശത്രുവിൻ്റെ മകൻ അല്ലെങ്കിൽ ദേവന്മാരുടെ
ഗുരുവിന്റെ മകൻ തങ്ങളോടൊപ്പം താമസിക്കുകയും ആ വിദ്യ അഭ്യസിക്കുകയും ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഒരിക്കൽ കാട്ടിൽ പശുവിനെ മേയ്ക്കാൻ പോയ സമയം അവർ കചനെ കൊന്ന് കചന്റെ മാംസം കത്തിച്ച് ചെന്നായ്ക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. അപ്രകാരം ചെന്നായ്ക്കൾ കചന്റെ മാംസം ഭക്ഷിച്ചു. തിരിച്ചെത്തേണ്ട സമയമായപ്പോഴും കചൻ തിരിച്ചെത്തിയിട്ടില്ല. ദേവയാനിക്ക് പരിഭ്രമമായി. ദേവയാനി തൻ്റെ അച്ഛൻ്റെ സമീപത്തേക്ക് ചെന്നു. അച്ഛനോട് അവൾ പറഞ്ഞു, നോക്കൂ അച്ഛാ, കചൻ ഇതുവരെ തിരിച്ചെത്തിയില്ല. എന്തോ ആപത്ത് കചന് പിണഞ്ഞു എന്ന് തന്നെ എൻ്റെ മനസ്സു പറയുന്നു. തീർച്ചയായിട്ടും കചനെ അസുരന്മാർ കൊന്നിട്ടുണ്ടാവണം. അങ്ങ് ജ്ഞാനദൃഷ്ടി കൊണ്ടൊന്ന് നോക്കൂ. അപ്രകാരം ശുക്രാചാര്യർ നോക്കിയപ്പോൾ കചൻ മരിച്ചിട്ടുണ്ട്. കചനെ അസുരന്മാർ കൊന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തൻ്റെ മകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സഞ്ജീവന മന്ത്രം ഉപയോഗിച്ച് കചനെ തിരിച്ചു വിളിക്കുന്നു. ചെന്നായ്ക്കളുടെ വയറ് പിളർന്ന് കചൻ തിരിച്ച് ജീവനോടുകൂടി എത്തുന്നു. ഉണ്ടായ കഥയെല്ലാം കചൻ ഇവരെ ധരിപ്പിക്കുന്നു. പിന്നീട് ഒരിക്കൽ പൂവിറുക്കാൻ വേണ്ടി കാട്ടിൽ പോയ കചനെ വീണ്ടും അസുരന്മാർ പിടികൂടി കൊല്ലുന്നു. ഇത്തവണ മുൻപത്തെ പോലെ തെറ്റ് സംഭവിക്കാതിരിക്കാൻ അവർ കചന്റെ ദേഹം ഭസ്മമാക്കി കടലിലാണ് കലക്കുന്നത്. പക്ഷേ ശുക്രാചാര്യരുടെ മന്ത്രശക്തിയെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ തവണ എന്നതുപോലെ ദേവയാനി വീണ്ടും കരഞ്ഞ് ബഹളമുണ്ടാക്കുകയും ശുക്രാചാര്യർ ദേവയാനിക്ക് വേണ്ടി കചനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് മൂന്നാമതും അസുരന്മാർ കചനെ കൊല്ലുന്നുണ്ട്. ഇത്തവണ നേരത്തെ ഒരു തരത്തിലും പറ്റിയ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ അസുരന്മാർ ഒരു വിദ്യ ചെയ്തു. മദ്യത്തോടൊപ്പം കചന്റെ ശരീരം ദഹിപ്പിച്ച ഭസ്മം കൂടി കലക്കി ശുക്രാചാര്യനെ കൊണ്ട് തന്നെ കുടിപ്പിക്കുന്നു. അപ്പോൾ ഇനി മന്ത്രം ചൊല്ലി വിളിച്ചാൽ ശുക്രാചാര്യൻ മരണപ്പെടും. അതുകൂടി അസുരന്മാർ ഉറപ്പാക്കുന്നു. പതിവ് പോലെ കചനെ കാണാതെ ദേവയാനി വിഷമിക്കുന്നു. ശുക്രാചാര്യരുടെ അടുത്ത് എത്തുന്നു. പറയുന്നു, കചനെ കൊന്നുകാണും, പക്ഷെ കചനില്ലെങ്കിൽ ഞാനും ജീവിക്കുകയില്ല, ഞാനും മരിക്കുകയാണ്, അച്ഛൻ്റെ പ്രിയപുത്രിയും മരിക്കും. ശുക്രാചാര്യർക്ക് പുത്രിയെ കഴിഞ്ഞ് മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ ശുക്രാചാര്യർ വീണ്ടും കചനു വേണ്ടി സഞ്ജീവന മന്ത്രം ചൊല്ലുന്നു. അപ്പോഴല്ലേ രസം. കചൻ എവിടെയാണ്? ശുക്രാചാര്യരുടെ വയറ്റിനകത്ത്. കചൻ അവിടെ കിടന്നുകൊണ്ട് വിളി കേൾക്കുന്നു. ഗുരോ, ഞാൻ അങ്ങയുടെ വയറ്റിനകത്തുണ്ട് എന്ന് വിളി കേൾക്കുന്നു. ശുക്രാചാര്യർ കുഴയുന്നു. കാരണം കചൻ പുറത്തു വന്നാൽ ശുക്രാചാര്യർ മരിക്കും. കചൻ പുറത്തു വന്നില്ലെങ്കിൽ ദേവയാനി മരിക്കും. ദേവയാനിയും ആകെ ധർമ്മസങ്കടത്തിലാകുന്നു. അച്ഛനില്ലാതെ ഞാൻ ജീവിക്കുകയില്ല, അതുപോലെ കചനില്ലാതെയും ഞാൻ ജീവിക്കുകയില്ല. ഒടുവിൽ ശുക്രാചാര്യർ കചനോട് പറയുന്നു, അല്ലയോ ബ്രാഹ്മണ, നീ വിജയിച്ചു. നീ എന്താണോ ലക്ഷ്യമിട്ട് വന്നത് അതിതാ നീ അഭ്യസിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സഞ്ജീവന മന്ത്രം പഠിപ്പിക്കാം. നീ എൻ്റെ വയർ പിളർന്ന് വെളിയിലെത്തിയതിനു ശേഷം ആ മന്ത്രം ചൊല്ലി എന്നെയും ജീവിപ്പിക്കുക. അപ്രകാരം കചന് ശുക്രാചാര്യർ സഞ്ജീവന മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. ശുക്രാചാര്യരുടെ വയറ്റിൽ കിടന്ന് കചൻ ആ മന്ത്രം പഠിക്കുന്നു. പിന്നീട് കചൻ പുറത്തു വരുന്നു. ശുക്രാചാര്യർ മരിച്ചു. വയർ പൊട്ടി ശുക്രാചാര്യർ മരിച്ചു. കചൻ തിരികെ സഞ്ജീവന മന്ത്രം ചൊല്ലി ശുക്രാചാര്യരെ ജീവിപ്പിക്കുന്നു. ഇപ്രകാരം കചൻ സഞ്ജീവന മന്ത്രം പഠിച്ചു കഴിഞ്ഞു. പിന്നെയും അദ്ദേഹം ഗുരുശുശ്രൂഷ ചെയ്തുകൊണ്ട് കുറെ നാൾ കൂടി അവിടെ താമസിച്ചു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഒരിക്കൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം കചൻ തിരികെ ദേവലോകത്തേക്ക് പോകാനൊരുങ്ങി. അപ്പോൾ ദേവയാനി കചനെ തടയുന്നുണ്ട്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, നിന്നിൽ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്, നീ എന്നെ ഉപേക്ഷിച്ച് പോകരുത്. പക്ഷേ കചൻ പറയുന്നു, നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ നിന്റെ അച്ഛൻ്റെ വയറ്റിൽ നിന്ന് പിറന്നവനാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ സഹോദരനായി കഴിഞ്ഞിരിക്കുന്നു. സഹോദരനും സഹോദരിയും തമ്മിൽ വിവാഹം കഴിക്കുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല. ദേവയാനിക്ക് വളരെയധികം ദേഷ്യം വരുന്നു. അവൾ പല ന്യായങ്ങളും പറഞ്ഞു നോക്കുന്നു. പക്ഷേ കചൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. താൻ ധർമ്മലോപമുള്ള ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല എന്ന് കചൻ തീർത്തു പറയുന്നു. ക്രുദ്ധയായ ദേവയാനി കചനെ ശപിക്കുന്നു. ഈ വിദ്യ നിനക്ക് ഫലപ്രദമാകാതെ പോട്ടെ, നീ ഈ വിദ്യ പ്രയോഗിച്ചാൽ ആരിലും ഫലിക്കുകയില്ല എന്ന് കചനോട് ശാപവാക്കുകൾ ഉതിർക്കുന്നു. പക്ഷേ അത് കേട്ടിട്ടും കചൻ കുലുങ്ങാൻ തയ്യാറാകുന്നില്ല.
അദ്ദേഹം പറയുന്നു, നീ ചെയ്ത ശാപം ഫലിക്കുകയില്ല. നീ കാമത്താലാണ് ഈ ശാപം ചെയ്തിരിക്കുന്നത്, അല്ലാതെ ധർമ്മത്താലല്ല. അതുകൊണ്ട് തന്നെ നിന്റെ ശാപത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഞാൻ ഇത് ആരെയെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ അവരിലൂടെ ആ വിദ്യ നിലനിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കചൻ തിരികെ ദേവലോകത്തേക്ക് യാത്രയാകുന്നു. അങ്ങനെ ദേവന്മാർ എല്ലാവരും വളരെ സന്തുഷ്ടരാകുന്നു. കാരണം അസുരന്മാർക്ക് മാത്രം അറിയാവുന്ന സഞ്ജീവന വിദ്യ, അതായത് മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുന്ന വിദ്യ ഇപ്പോൾ കചൻ ദേവന്മാർക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്രകാരം ഇനി ശത്രുക്കളെ കൊല്ലാം എന്ന് അവർ ഇന്ദ്രനോട് പറയുകയും ചെയ്യുന്നു. ഇതാണ് കചന്റെയും ദേവയാനിയുടെയും അത്ഭുതകരമായ കഥ. അസുരന്മാർ തന്നോട് ഈ അക്രമം കാണിച്ചതിൽ ശുക്രാചാര്യർക്ക് വലിയ ദേഷ്യം തോന്നുന്നുണ്ട്. താൻ അസുരന്മാർക്ക് വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചത്. ഒടുവിൽ അവർ തന്നെ കൊല്ലാനുള്ള ശ്രമം നടത്തി. ഒരു തരത്തിൽ അങ്ങനെയും പറയാമല്ലോ. അതിൽ ശുക്രാചാര്യർക്ക് വലിയ ദേഷ്യം തോന്നുന്നുണ്ട്. അദ്ദേഹം ചിന്തിച്ചപ്പോൾ തൻ്റെ മദ്യപാനമാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ശാപം അല്ലെങ്കിൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കുന്നു. ബ്രഹ്മജ്ഞാനിയായ ആളുകൾ മദ്യപിച്ചാൽ അവർക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകട്ടെ എന്നാണ് ആ ശാപം. മദ്യത്തിനെ തീരെ വെറുക്കപ്പെട്ട ഒരു സാധനമായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. മദ്യപിക്കുന്നത് ബ്രഹ്മഹത്യയ്ക്ക് തുല്യമാണ് എന്ന് അദ്ദേഹം വിധിക്കുന്നു. അപ്രകാരമാണ് മഹാഭാരതത്തിൽ മദ്യപാനം ബ്രഹ്മഹത്യയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. കചന്റെയും ദേവയാനിയുടെയും ചരിത്രം കഴിഞ്ഞപ്പോഴാണ് ദേവയാനി യയാതിയെ കാണുന്നതും യയാതിയുമായി ബന്ധം ഉണ്ടാകുന്നതും. അതും ഈ അസുര രാജാവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിലായി കേൾക്കാം. മഹാഭാരതത്തിൻ്റെ മുഴുവൻ കഥകളും കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് ചുവട്ടിൽ കുറിക്കുമല്ലോ. അടുത്ത എപ്പിസോഡിൽ യയാതിയുടെ കഥയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.